കരൂരിൽ വിജയ്ക്കെതിരെ പോസ്റ്ററുകൾ. വിജയ് കൊലപാതകിയാണ് എന്നും അറസ്റ്റ് ചെയ്യണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നു. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ അംഗം അരുണാദേവി പ്രദേശവാസികളിൽ നിന്ന് മൊഴിയെടുത്തു. കരൂർ ദുരന്തത്തിൽ ചികിത്സയിലിരിക്കുന്ന ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണം 41. ഗോകുൽ വി എസ് വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഇപ്പോൾ ഒരു വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുകയാണ് എങ്കിലും വിജയ്ക്കെതിരെയുള്ള പോസ്റ്ററുകൾ, വിജയ്ക്കെതിരെ ഒരു വലിയ ജനവികാരം ഉണ്ടാകുന്നു എന്നതിന്റെ തെളിവുകൾ രംഗത്ത് വരികയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ അൻപുമണി രാമദാസ് ഒക്കെ പ്രതികരിക്കുമ്പോൾ വിജയ് അങ്ങനെ ഏകപക്ഷീയമായി കുറ്റം പറയേണ്ടതില്ല, എല്ലാ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന അടക്കമുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കരൂരുണ്ടാക്കിയ ജനവികാരം അത്രമേൽ രൂക്ഷമാണ് എന്നതുകൂടി പ്രകടിപ്പിക്കപ്പെടുകയാണ്. തീർച്ചയായും തമിഴ്നാട് സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു പോസ്റ്ററാണ് ഇത്തരത്തിൽ വിജയ്ക്കെതിരെ, സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ് അവർ ആണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത്. വിജയ് അറസ്റ്റ് ചെയ്യണം, വിജയ് ഈ ദുരന്തമുണ്ടായപ്പോൾ ഒളിച്ചോടിയ ആളാണെന്നൊക്കെയാണ് ഈ പോസ്റ്ററിൽ ആരോപിക്കുന്നത്. വിജയ്ക്കെതിരെ ശക്തമായൊരു വികാരം ഒരു ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം. ഏതായാലും ഈ വിഷയത്തിൽ ചിലർ വിജയെ കൂടി, അതായത് വിജയെയും അതോടൊപ്പം തന്നെ പോലീസിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശങ്ങളോ അല്ലെങ്കിൽ ഫൈറ്റുകളൊക്കെ തന്നെ നൽകുകയുണ്ടായി. അത് ADMK ആയാലും BJP ആയാലും അവരെല്ലാം തന്നെ വിജയ് പൂർണ്ണമായും തള്ളുന്നില്ല. അതോടൊപ്പം തന്നെ സിസ്റ്റത്തെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങളുള്ളത്. ഏതായാലും ഈ ഒരു വിഷയം വളരെ അതീവ ഗൗരവമായി തന്നെ അന്വേഷണം നടത്തുകയും അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ അന്വേഷണ കമ്മീഷൻ ഈ പ്രദേശത്തേക്ക് എത്തുകയും അതിലെ ഇരയായവരെ അല്ലെങ്കിൽ അത് കണ്ട ദൃക്സാക്ഷികളായവരിൽ നിന്നെല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അവർ പറഞ്ഞത് ഈ ഒരു ജനക്കൂട്ടം ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ചതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. വിജയ് വന്നപ്പോൾ വിജയ് വരുന്ന വഴിയിലൊന്നും തന്നെ അദ്ദേഹം കാരവാന് മുകളിൽ കയറുകയോ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ചെയ്തെങ്കിൽ ചിലപ്പോൾ കുറച്ചു പേരെങ്കിലും വിജയ് കണ്ട് നേരത്തെ മടങ്ങിയേനെ. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. വിജയ് ആ റോഡിന്റെ നടുക്കെത്തുന്നു, അവിടെ കാരവാന് മുകളിലേക്ക് കയറുന്നു, പ്രസംഗിക്കുന്നു. അപ്പോൾ ഈ റോഡിന് സമീപത്ത് നിന്ന് എല്ലാവരും അല്ലെങ്കിൽ റോഡിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവരും ഈ കാരവാനിലേക്ക് കേന്ദ്രീകരിച്ചു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നൊക്കെയാണ് കമ്മീഷന് മുന്നിൽ അവിടെ ആ പ്രദേശവാസികളും ആ പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിച്ച ശേഷമായിരിക്കും കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നുള്ളതും എന്താണ് അതിലേതെങ്കിലും നൽകിയത്. കമ്മീഷൻ തെളിവെടുപ്പ് തുടരുകയാണ്. അതിനിടയിലാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് വിജയ് കൊലപാതകയാണ് എന്നാരോപിച്ചുകൊണ്ട് വിജയ് അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ കൂടി കരൂരിൽ പ്രത്യക്ഷപ്പെട്ടത്.